പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കോഴി കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്ലാക്ക് സോൾജിയർ ലാർവ എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. കോഴിത്തീറ്റയുടെ ചിലവ് വളരെയധികം കുറയ്ക്കുന്ന ഒന്നാണ് ബ്ലാക്ക് സോൾജിയർ ലാർവ. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്കൊരു പഴയ ഒരു ബക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത് പൊട്ടിയ ബക്കറ്റാണ്, കാണാൻ അടിയോളം ഉണ്ട്. അതുകൊണ്ട് ഒരു മണ്ണിൽ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പൊട്ടിയ ബക്കറ്റായാലും കുഴപ്പമില്ല. 1.5 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബക്കറ്റിൻ്റെ അടപ്പിൽ നമ്മളൊരു T ജോയിൻറ്റ് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും സെൻറ്ററായിട്ടുള്ള അവിടെ ഹോൾ ഇട്ടിട്ട് ചുമ്മാ അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ അതങ്ങ് വെക്കുക. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഫുഡ് വേസ്റ്റ്, ഈ ബക്കറ്റിൽ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് അവിടെ ഫുഡ് വേസ്റ്റ് അവിടെ കിടക്കും. കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഈ ഹോളിലൂടെ ഈച്ച വന്ന്, ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഈച്ച വന്ന് ഇതിലൂടെ കയറി ഇതിനകത്തേക്ക് വന്ന് ബക്കറ്റിനകത്ത് നിന്ന് അതിലൂടെ വന്ന് ഈ ഭാഗത്തിൽ എവിടെയെങ്കിലും അത് മുട്ടയിടും. ഈ മുട്ട വിരിഞ്ഞ് ചെറിയ പുഴുക്കളായിട്ടാണ് വരിക. ഇത് ഏകദേശം ഒരു 8 ദിവസത്തിനുള്ളിൽ വലിയ പുഴുവായി മാറുന്ന ഈ പുഴുക്കാണ് നമ്മൾ കോഴികൾക്ക് തീറ്റയായിട്ട് എടുത്തു കൊടുക്കുന്നത്. ഈ T ജോയിൻറ്റും ഒരു 1.5 ഇഞ്ചിൻ്റെ ഇത്ര നീളമുള്ള പൈപ്പ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ എവിടെയെങ്കിലും വീട്ടിൽ കാണും ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പൈസ മുടക്കണമെന്നില്ല. എല്ലാം പഴയ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൈസ നമ്മൾ മുടക്കേണ്ടതല്ല. സീറോ കോസ്റ്റ് ഫാമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ എല്ലാവരും. അപ്പോൾ ഇത് പൈസ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ബക്കറ്റിൽ ഇനി നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് അതിനകത്ത് പുഴുക്കൾ ഡെവലപ്പായി ചുവന്ന മുട്ടയിട്ട് പുഴുക്കൾ ഡെവലപ്പാകാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രസ് ഞാൻ വീഡിയോ എടുത്ത് വെച്ച് അതൊറ്റ വീഡിയോ ആക്കി നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ.